പഠന വിഷയമായി നിരവധിയുണ്ട് ഇവരുടെ മുൻപിൽ ലക്ഷ്യമായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് കേരളത്തിൽ നിന്നുള്ള വിത്തുകൾ അവിടെ എത്തുന്നുണ്ട്. 10ഓളം വിത്തുകൾ ഈ ശുഭാംശു ശുക്ലയ്ക്കൊപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നുണ്ട്. അത് മുളപ്പിച്ച് അതിന് തുടർന്നുള്ള പഠനം വിധേയമാക്കുന്ന കാര്യങ്ങളും ഈ യാത്രയുടെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതേ വിൻഷ, വെള്ളായണി കാർഷിക സർവകലാശാലയും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം IISTയും ചേർന്നാണ് ഈ ബഹിരാകാശത്തേക്ക് വിത്തിനങ്ങളെ അയക്കുന്നത് എന്നൊരു പ്രധാന കാര്യമുണ്ട്. ഈ ഒരു ദൗത്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഗവേഷകർ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രോപ്പ് സീഡ്സ് ഇൻ ISS എന്നാണ്. ഈ പരീക്ഷണത്തിന്റെ പേരാണ് വിൻഷ. അത് വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള 6 ഇനം വിത്തിനങ്ങളാണ് പരീക്ഷണത്തിനായിട്ട് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നെൽവിത്തുകളും പയർ വിത്തുകളും അതുപോലെ തന്നെ തക്കാളി വിത്തുകളും വഴുതന വിത്തുകളും ഒക്കെ തന്നെ ഇതിൽ അടങ്ങുന്നുണ്ട്. നമ്മുടെ ബഹിരാകാശ നിലയത്തിലെ മൈക്രോഗ്രാവിറ്റി സാഹചര്യത്തിൽ ഈ വിത്തുകൾക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയാനാണ് ഇവ ഇപ്പോൾ അയക്കുന്നത്. ശുഭാംശു ശുക്ല ഈ പരീക്ഷണത്തിന് മേൽനോട്ടം വഹിക്കുകയാണ്. നാളിതുവരെ നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടില്ലാത്ത കേരളത്തിന്റെ തനത് വിത്തുകളാണ് അയക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു പരീക്ഷണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തന്നെ നമുക്ക് പറയാം. വെള്ളായണി കാർഷിക സർവകലാശാലയും തിരുവനന്തപുരം IISTയും ചേർന്നുള്ള പരീക്ഷണം സ്പേസ് ബയോളജി രംഗത്ത് തന്നെ നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാകും എന്നത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. വിനിഷ, ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിഷ്ണുപ്രിയ, സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നു. നമുക്കറിയാം മെയ് 29-ന് പുറപ്പെടേണ്ട പേടകമായിരുന്നു. പക്ഷേ നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം, പ്രതികൂലമായ കാലാവസ്ഥ മൂലം 7 തവണ മാറ്റിവെച്ചതാണ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ദൗത്യം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇന്ന് എല്ലാം കൊണ്ടും അനുകൂലമായ കാലാവസ്ഥയായിരുന്നു. ഫ്ലോറിഡയിലെ കാലാവസ്ഥയായിരുന്നെങ്കിലും സാങ്കേതിക തികവായിരുന്നെങ്കിലും ഡ്രാഗൺ പേടകത്തെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് സുനിത വില്യംസ് കൂട്ടരും മടങ്ങി വന്ന പേടകം എന്ന നിലയ്ക്കാണ് നമ്മൾ ഡ്രാഗൺ പേടകത്തെക്കുറിച്ച് പഠിക്കുന്നതും അതിനെ മനസ്സിലാക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതിക തികവ് കൂടി കാണിക്കുന്നുണ്ട് ഇന്നത്തെ ഈ വിജയകരമായ ഈ യാത്ര. അതേ മനുഷ്യ, സുനിത വില്യംസും സംഘവും തിരിച്ചു വന്ന അതേ പേടകത്തിൽ തന്നെയാണ് ഇപ്പം ശുഭാംശുവും സംഘവും തിരിച്ചു പോകുന്നത്. മെയ് 29-ന് നിശ്ചയിച്ചിരുന്ന ഈ യാത്ര ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിരുന്നു. അങ്ങനെ 7 തവണയാണ് മാറ്റിവെച്ചത്. പുതിയ സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു ഇപ്പം ദൗത്യ സംഘത്തിന്റെ യാത്ര. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 41 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്ത് എത്തുന്നത്. അതായത് 14 ദിവസം ഈ ശുഭാംശു സംഘവും ബഹിരാകാശ നിലയത്തിൽ തുടരുമെന്നാണ്. അതുപോലെ തന്നെ കൃഷി, ഭക്ഷണം, ജീവശാസ്ത്രം എന്നീ മേഖലകളിലൊക്കെ തന്നെ ശുഭാംശു ശുക്ല 7 പരീക്ഷണങ്ങൾ നടത്താനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് നാസയുടെ ഔദ്യോഗികമായിട്ട് നമുക്ക് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവരുടെ യാത്രക്കായിട്ട് 550 കോടി രൂപയാണ് ഇന്ത്യ ചിലവഴിച്ചിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 39 വയസ്സുകാരനായിട്ടുള്ള ഈ ശുഭാംശു 2006-ലാണ് നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. 2000 മണിക്കൂറിലധികം യുദ്ധവിമാനങ്ങൾ പറപ്പിച്ചിട്ടുള്ള വളരെ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. സുഖോയ് 30, MiG-21, MiG-29, ജാഗോർ, ഹോക്ക്, ഡോണിയർ, AN-32 എന്നീ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിമാനങ്ങളൊക്കെ അദ്ദേഹം ഈ കൂട്ടത്തിൽ പറത്തിയിട്ടുണ്ട്. ഇന്ത്യ സ്വന്തം നിലയ്ക്ക് ബഹിരാകാശത്തേക്ക് യാത്രികരെ അയക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 4 യാത്രക്കാരിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഈ മൈക്രോഗ്രാവിറ്റി സാഹചര്യങ്ങളിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ കാലാവസ്ഥാ പഠനങ്ങൾ, സാങ്കേതിക വിദ്യ പരീക്ഷണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ, പോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ പരീക്ഷണങ്ങളും ഇവർ നടത്തും എന്ന് നാസയുടെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ലോകം കാത്തിരിക്കുന്ന ബഹിരാകാശ വിക്ഷേപണത്തിന് ആക്സിയം ദൗത്യം ഇപ്പോൾ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ദൗത്യ സംഘങ്ങളൊക്കെ തന്നെ കുടുംബങ്ങളോട് യാത്ര പറഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. കെനഡി സ്പേസ് സെന്ററിൽ നിന്നും സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഈ ഡ്രാഗൺ പേടകത്തിന്റെ യാത്ര തുടർന്നിരിക്കുന്നത്. ജൂൺ 26-ന് വൈകുന്നേരം 4:30-യോടെ 4-അംഗ ദൗത്യ സംഘം അവിടെ എത്തും എന്നതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. 14 ദിവസത്തെ ദൗത്യം ആണ് ഇപ്പോൾ അവിടെ ലക്ഷ്യമിടുന്നത്. ശുഭാംശു ശുക്ലയ്ക്ക് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗ്ഗി വിറ്റ്സൺ, അതുപോലെ തന്നെ പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാസ്കി, ഹംഗറിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരടങ്ങുന്ന അവരാണ് ദൗത്യ സംഘം എന്ന് പറയുന്നത്. എല്ലാവരും തന്നെ കഴിഞ്ഞ മെയ് 25 മുതൽ ക്വാറന്റീനിൽ ആയിരുന്നു. എല്ലാ മുൻകരുതലുകളും ഒക്കെ തന്നെ എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ യാത്ര, അതായത് വിക്ഷേപണം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ വിവിധ കാരണങ്ങളാൽ 7 തവണ ലോഞ്ചിങ് മാറ്റിവെച്ചെങ്കിലും അതിനെല്ലാം ശേഷമാണ്
ഇന്ന് ഇന്ത്യൻ സമയം 12:01 തന്നെ വിക്ഷേപണ ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയായി ബഹിരാകാശ നിലയിലേക്ക് ഇപ്പം പോയിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയം 4 വിക്ഷേപണത്തിന് തയ്യാറെടുപ്പുകൾ നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പല പ്രാവശ്യം തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം 7 തവണയാണ് ഇത് മാറ്റിവെച്ചത്. നമുക്കറിയാം ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ പേടകത്തിൽ മനുഷ്യന് ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനും ഒക്കെയാണ് ഇപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത്. 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ്. ഇപ്പോൾ ഇവിടെ വിക്ഷേപണം കഴിഞ്ഞിട്ട് യാത്ര തുടരുകയാണ്. എല്ലാ ഡ്രാഗൺ പേടകത്തിനുള്ളിൽ സഞ്ചാരികളുമായിട്ടുള്ള എല്ലാ ആശയവിനിമയ സൗകര്യങ്ങളും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവരുടെ വിക്ഷേപണം എന്ന് പറയുന്നത്. ആക്സിയം 4 ക്രൂ വിക്ഷേപണത്തിന് പൂർണ്ണ സജ്ജമായിട്ട് സ്ഥിരീകരിച്ചതിനൊക്കെ ശേഷമാണ് ഈ വിക്ഷേപണ ദൗത്യം വളരെ സജ്ജീകരിച്ചതിന് ശേഷമാണ് ഈ വിക്ഷേപണ ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയായിരിക്കുന്നത്. ആദ്യഘട്ടം വിജയകരമെന്ന റിപ്പോർട്ടുകളാണ് നാസയുടെ ലൈവ് സ്ട്രീമിംഗിൽ നിന്നും തന്നെ വ്യക്തമാകുന്നതും. വിജയകരമായി തന്നെ ആദ്യഘട്ടം പൂർത്തീകരിച്ചതായുള്ള കൺഫർമേഷൻ നാസയുടെ ലൈവ് സ്ട്രീമിംഗിൽ നിന്ന് വരുന്നുണ്ട്. ആദ്യഘട്ടം വിജയകരമാകുമ്പോൾ ഇനി പൂർത്തീകരിക്കാനായി നിരവധി ഘട്ടങ്ങളുണ്ട്. 14 ദിവസത്തെ പര്യവേഷണമാണ് അവിടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ 14 ദിവസം ചെയ്തു തീർക്കാൻ ശുഭാംശുവിനും കൂട്ടർക്കും നിരവധി കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈക്രോഗ്രാവിറ്റിയിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ വിത്തുകൾ അവിടെ മുളയ്ക്കുമോ, അതിന് മുന്നോട്ടുള്ള വളർച്ച, ആ ചെടി വിത്ത് മുളച്ച് മുന്നോട്ട് ഒരു ചെടിയായി വളരാനുള്ള വളർച്ചയടക്കമുള്ള പഠന വിധേയമാക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് ഈ 14 ദിവസത്തിൽ. നേരത്തെ സുനിത വില്യംസ് അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് നമ്മളൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നില്ല. സുനിതയ്ക്കും കൂട്ടർക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പിടിപ്പത് പണിയായിരുന്നു. നിരവധി പഠന ഗവേഷണ പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടത് എന്ന് നമ്മളൊക്കെ പിന്നീട് അറിഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ശുഭാംശു ശുക്ലയും കൂട്ടരും 4-അംഗ സംഘം സുനിത വില്യംസിന് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുമ്പോൾ പഠിക്കാനുള്ള വിഷയങ്ങളേറെയാണ്, ഗവേഷണ പ്രവർത്തനങ്ങളേറെയാണ്. ശുഭാംശു ശുക്ലയുടെ യാത്രയിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിത്തുകളും പരീക്ഷണത്തിനായിട്ട് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബഹിരാകാശ നിലയത്തിലെ മൈക്രോഗ്രാവിറ്റിയിലെ വിത്തുകൾക്ക് എന്ത് സംഭവിക്കുമെന്നു എന്നത് പഠിക്കാനാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. ക്രോപ്പ് സീഡ്സ് ഇൻ ISS എന്നാണ് ഈ പരീക്ഷണത്തിന്റെ പേര് പറയുന്നത്. അതുപോലെ തന്നെ വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള 6 വിത്തിനങ്ങളാണ് പരീക്ഷണത്തിനായിട്ട് തിരഞ്ഞെടുത്തത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെൽവിത്തുകൾ, പയർ വിത്തുകൾ, വഴുതന വിത്തുകൾ, അതുപോലെ തന്നെ തക്കാളി വിത്തുകളൊക്കെ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ബഹിരാകാശ നിലയത്തിലെ മൈക്രോഗ്രാവിറ്റി സാഹചര്യത്തിൽ ഈ വിത്തുകൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ, വളരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വിത്തുകളുമായിട്ട് ശുഭാംശു ശുക്ലയും സംഘവും ഒക്കെ യാത്ര തിരിച്ചിരിക്കുന്നത്. ശുഭാംശു ശുക്ല ഈ പരീക്ഷണത്തിന് മേൽനോട്ടം വഹിക്കുമെന്നത് നാസ അറിയിച്ചിട്ടുണ്ട്. നാളിതുവരെ നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടില്ലാത്ത കേരളത്തിന്റെ തനത് വിത്തുകളാണ് അയക്കുന്നത് എന്നതാണ് പരീക്ഷണത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വെള്ളായണി കാർഷിക സർവകലാശാലയും തിരുവനന്തപുരം ISS ടീം ചേർന്നുള്ള ഈ പരീക്ഷണം സ്പേസ് ബയോളജി രംഗത്ത് രാജ്യത്തിന് മുതൽക്കൂട്ടാകും എന്നാണ് വിനിഷ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.